ഇന്നത്തെ ടാസ്ക് നശിപ്പിച്ചതിൻ്റെ കാരണക്കാരൻ അനീഷ് സാറ് മാത്രമാണ്. ഇനി എന്ത് വിശ്വസിച്ചാണ് ഞാൻ സാറിന് ബോട്ടിൽ തരേണ്ടത്? ഒരെണ്ണമാണെങ്കിലും രണ്ടെണ്ണമാണെങ്കിലും സാറിൻ്റെ അടുത്ത് കൊണ്ട് തന്നത് സാറിനൊരു സത്യസന്ധത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്നുള്ള വിശ്വസിച്ചാണ്. ഇതിപ്പോൾ തോറ്റുപോയെന്ന് കണ്ടപ്പം ബാക്കിയുള്ളവർക്കും കിട്ടുന്നത് തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കാർക്കും കിട്ടണ്ടെന്ന് കരുതിയിട്ട് മൊത്തത്തിൽ നശിപ്പിച്ച് വെച്ചതല്ലയോ? അതെനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എത്ര പ്രാവശ്യം ഒരു കാര്യം ഊന്നി ഊന്നി പറയും, അങ്ങനെ ചെയ്തത് തെറ്റാണ്, ഇങ്ങനെ ചെയ്തത് തെറ്റാണ്. എന്നിട്ട് ഇന്നിപ്പോൾ ഈ ചെയ്ത കാര്യങ്ങൾ എന്ത് പറയും മറുപടി? ഇതിന് എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? ഒരിക്കലും എനിക്കിത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇന്നലെ അത് തന്നെ. പിന്നെ ആഹാര സാധനത്തിലാണ് കയറി ചവിട്ടുന്നത്. അതെന്താ ചിന്തിക്കാത്തത്? കുടിക്കുന്ന സാധനമല്ലേ, ഒരു ബോട്ടിലിനകത്തല്ലേ മുടി കണ്ടുള്ളൂ, ആ ഒരു ബോട്ടിൽ മാറ്റി വെക്കാൻ പറയുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് ജോലി കിട്ടാത്ത ആൾക്കാർ പുറത്തോട്ട് പോകുമ്പോഴെന്ന് പറയുന്നു. അന്നേരം ഇന്ത്യയിലുള്ളവർ ഈ മുടിയുള്ളത് കുടിക്കണമെന്നാണോ പറയുന്നത്? വൃത്തിയായിട്ട് ചെയ്താലേ ഇവിടെയും മുന്നോട്ട് പോകത്തുള്ളൂ, വ്യവസായമായാലും എന്താണെങ്കിലും. ഇന്നത്തെ ഈ ടാസ്ക് പൂർണ്ണമായിട്ടും കുളവാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് അനീഷിൻ്റെ മാത്രമാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ലക്ഷ്മി പറയുന്നത് ഇത്രയും കേട്ടിട്ട് ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുകയാണ് അനീഷ്. ഇത് ഒത്തുകളിയാണോ ഗ്രൂപ്പ് കളിയാണോ ഒന്നും ഞാൻ പറയുന്നില്ല, അതൊന്നും എനിക്കറിയത്തുമില്ല. ഏറ്റവും സത്യസന്ധത കീപ്പ് ചെയ്യുന്ന ഇവിടുത്തെ ഒരു വ്യക്തി എന്നുള്ളത് വിശ്വസിച്ചിരുന്നത് നിങ്ങളെയാണ്. നിങ്ങൾ ഇന്ന് ചെയ്തത് ഒട്ടും ശരിയായൊരു കാര്യമല്ല. സാബുമാനം വോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞയച്ചപ്പോഴും അങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്നിട്ടും അനുമോളുടെ ഒപ്പം ചേർന്നിട്ട് അതെല്ലാം തരണം ചെയ്ത് ഒരു ഫൈനലിലെത്തി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ ലാസ്റ്റ് കൊണ്ട് നിന്നിട്ട് കുളവാക്കിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ കിടന്നൊരു ഷോ, പിന്നെ അകത്ത് വന്നിട്ട് വേറൊരു ഷോ. ഒരു കാര്യം 10 തവണ പറഞ്ഞാലൊന്നും തെറ്റായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ, അത് ശരിയായിട്ട് മാറത്തില്ല. ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ ആൾക്കാരുടെ ചെവിയിൽ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കും നിങ്ങളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയൊന്നും ആൾക്കാർ തെറ്റിദ്ധരിക്കത്തില്ല. ബാക്കിയുള്ള കമ്പനിക്കാരെ കൂടെ കഷ്ടത്തിലാക്കിയത് നിങ്ങൾ ഇന്ന് ചെയ്ത പ്രവൃത്തി കാരണമാണ്. നിങ്ങളുടേത് മാത്രമേ റിജക്റ്റ് ആവത്തുള്ളായിരുന്നു, ഓറഞ്ചോ മാംഗോയോ റിജക്റ്റ് ആവത്തില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടത്തില്ലെന്നുള്ള നിങ്ങളുടെ ആ ഒരു വാശിക്കാണ് നിങ്ങൾ ഇന്ന് ഈ ടാസ്ക് തന്നെ കുളവാക്കിയിരിക്കുന്നത്. അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവർ കയറിപ്പോയിനെ. എന്തൊരു മനസ്സാണ് അപ്പം നിങ്ങൾക്ക് മാത്രം നന്നാവാൻ പാടുള്ളൂ, വേറെ ആരും നന്നാവാൻ പാടില്ലേ? ഇതെല്ലാം ചോദിച്ചിട്ടും ലക്ഷ്മിയുടെ മുഖത്ത് നോക്കിയോ ലക്ഷ്മിക്കൊരു മറുപടി നൽകിയോ അനീഷ് ചെയ്യുന്നില്ല. കമ്പനി ഉടമകളെന്നുള്ള രീതിയിൽ ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടുമെന്നുള്ളൊരു വാശിയൊന്നും ചെയ്യുന്നത് നല്ലതല്ല. നിങ്ങൾക്കൊരു മനുഷ്യരെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ നിന്ന് പോവുകയാണ്.